ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് ഒമാനും ഇറാനും തമ്മിലുള്ള കരാർ പൂർത്തിയായി. രണ്ട് രാജ്യങ്ങൾക്കും പൂർണ്ണ തുല്യ അധികാരം നൽകുന്ന രീതിയിലുള്ള വ്യവസ്ഥ പരസ്പരം സമ്മതിച്ചുകൊണ്ടാണ് കരാർ വ്യവസ്ഥ പൂർത്തിയായത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രസ്താവന പുറത്തിറക്കി. നാവിക ഉപരോധം പിൻവലിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഹോർമുസ് കടൽ അടഞ്ഞു കിടക്കും എന്നുള്ള ഇറാൻ്റെ നിലപാട് ആവർത്തിച്ചു. 7% ചുങ്കം ചുമത്താനാണ് മൊത്തത്തിലുള്ള ഒരു ധാരണ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 5% ഇറാനും അതോടൊപ്പം തന്നെ 2% ഒമാനും നൽകും എന്നുമാണ് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. ഈ ശതമാന കണക്ക് എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ കടന്നു പോകുമ്പോൾ ആ കപ്പലിലുള്ള ലോഡിൻ്റെ പണം മൊത്തത്തിൽ അതിന് ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കി അതിൻ്റെ ശതമാനമായിരിക്കും ഇറാന് നൽകേണ്ടത്. അതിൻ്റെ 7% നൽകേണ്ടത് എന്നാണ് കരാറിൽ പറയുന്നത്. അഥവാ എല്ലാ കപ്പലിനും ഒരേ തരത്തിലല്ല മൂല്യം ഉണ്ടാവുക എന്ന് ചുരുക്കം. പണം കൂടുതൽ കിട്ടുന്നതും ഈ ലോഡ് കൂടുതൽ പണമുള്ളതും കുറവുള്ളതൊക്കെ ഉണ്ടാകും. അതിന് തത്വത്തിൽ എങ്ങനെയാണോ അതിൻ്റെ ശതമാനം വരുന്നത് ആ ശതമാനത്തിൻ്റെ വീതമാക്കിയിട്ട് ഇത് നൽകും എന്നുള്ള ധാരണയാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഹോർമുസ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ്. അത് തുറക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയില്ല എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയപ്രശ്നങ്ങൾ ഈ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ടും നിലനിൽക്കുന്നുണ്ട്. അനാവശ്യമായ രീതിയിൽ ഇടപെടൽ അമേരിക്ക നടത്തിയത് കൊണ്ടാണ് തങ്ങൾ അബ്രഹാം കപ്പലിനെ ആക്രമിച്ചത് എന്ന് IRGC പറയുന്നു. പല ഘട്ടത്തിലും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ആ കപ്പലിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും വെടിവെപ്പ് നടന്നത് 7 പേർ കൊല്ലപ്പെട്ടതും പല ആളുകളും കടലിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ തത്വത്തിൽ ഈ കപ്പലിനെ അവിടുന്ന് പിൻവലിക്കാനും പുതിയൊരു കപ്പലിനെ ജോർജ് ബുഷ് കപ്പലിനെ അവിടേക്ക് വരുത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും കാര്യം ഒരു കപ്പലിൻ്റെ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു കപ്പലിൻ്റെ അകത്ത് സൈനികർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കൽ പോലും ആ യുദ്ധത്തിൽ ശത്രു രാജ്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വൻതോതിൽ പ്രശ്നങ്ങൾ ആഭ്യന്തര വിഷയങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം രാജ്യത്തിൻ്റെ അകത്തേക്ക് അത് വ്യാപിക്കും. കാര്യം ഈ സൈനികരുടെ ബന്ധുക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് വരാൻ പോകുന്ന നവംബർ മാസത്തിൽ വരാൻ പോകുന്ന ട്രംപിൻ്റെ എലക്ഷൻ അത് ബാധിക്കും. എലക്ഷനിൽ ട്രംപിന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ സ്ഥാനത്തിന് അയാൾക്ക് ലഭിക്കുന്ന ഒരുപാട് അംഗീകാരങ്ങളും ഒറ്റയ്ക്ക് എടുക്കാനുള്ള പല നിലപാടുകളും റദ്ദാക്കപ്പെടും. അപ്പോൾ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പിന്നീട് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതായത് ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇറാൻ്റെ അകത്ത് സൃഷ്ടിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിന് നേരെ വിപരീത തരത്തിൽ അവർക്ക് നേരെ തന്നെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇറാൻ്റെ ഏതെങ്കിലും സൈനികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല. പകരം അമേരിക്കയുടെ സൈനികർ വെടിവെച്ചതും അതേപോലെ തന്നെ ഇസ്രായേൽ സൈനികർ ആത്മഹത്യ ചെയ്തതും ഒരുപാട് റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നതുമാണ്. അപ്പോൾ അവർക്കിടയിലാണ് പ്രശ്നങ്ങളുള്ളത്, അവരിലാണ് പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഹോർമുസ് ആയിരുന്നു ഏക തുരുപ്പ് ചീട്ട്, അതും പൊളിഞ്ഞിരിക്കുന്നു. 2 കടൽപ്പാത ഉണ്ടായിരുന്നു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒമാൻ്റെ സമ്മതത്തോടു കൂടി എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഒരു കടൽപ്പാത ഉണ്ടാക്കിയത്. ആ കടൽപ്പാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. പിന്നെ സ്വതന്ത്രമായിരിക്കുന്ന കടൽപ്പാത എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്തുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. 3 കിലോമീറ്റർ വീതിയിൽ ഒരു ഭാഗത്തേക്കും 3 കിലോമീറ്റർ വീതിയിൽ തിരിച്ച് ഈ ഭാഗത്തേക്കുള്ള 2 ഭാഗമായി ചേർന്നിരിക്കുന്ന കപ്പൽപാത. ആ കപ്പൽപാതയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുതിയൊരു കപ്പൽപാത ഇറാനും ഒമാനും സംയുക്തമായ രീതിയിൽ ചേർന്നിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിരിക്കും. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ്റേതും അതോടൊപ്പം തന്നെ ഒമാൻ്റേതായിരിക്കും. അമേരിക്കയ്ക്ക് ആ മേഖലയിൽ പ്രവേശിക്കാനോ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനോ ഒരു സാഹചര്യങ്ങളോ അവസരങ്ങളോ നൽകുകയില്ല എന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സങ്കീർണമായിരിക്കണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം അവിടെ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകാടിസ്ഥാനത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്
സമ്മതിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് അത് റഷ്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. അതവർ പറഞ്ഞിരിക്കുന്ന കാര്യം വെനിസ്വേലയുടെ പ്രസിഡൻറ്റിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ലോകത്തോട് പറയണമെന്ന് ട്രംപിൻ്റെ ഓഫീസ് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് തട്ടിക്കൊണ്ടുപോയിട്ട് മാസങ്ങളായിട്ടും അതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടില്ല. അതിന് ഇമ്രാൻഖാനെ ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞാൽ മുൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. 2-3 ദിവസം മുമ്പ് ചില റിപ്പോർട്ടിനകത്ത് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കണമെന്ന് അവരുടെ റിലേഷനിൽപ്പെട്ട ആളുകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർ ചലനമായ രീതിയിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അതായത് വെനിസ്വേലയുടെ പ്രസിഡന്റ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, എന്താണ് അവസ്ഥകൾ, അയാൾ എവിടെ നിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തോട് സംസാരിക്കണം എന്ന് ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു. ആ റിപ്പോർട്ട് ഒരു ഔദ്യോഗികപരമായ ഈ റഷ്യയുടെ ഗവൺമെൻറ് പറഞ്ഞതല്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ടിന് വാർത്താ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വെനിസ്വേല കഴിഞ്ഞു, പിന്നീട് ഇറാനായിരുന്നു പറഞ്ഞു, ഇറാൻ കഴിഞ്ഞാൽ പിന്നീട് ക്യൂബയായിരുന്നു പറഞ്ഞത്. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം. ഇതാണ് അമേരിക്ക എല്ലാ കാലത്തും ഉന്നം വെക്കാറുള്ളത്. പരാജയപ്പെട്ടു പോയതിപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് മറ്റൊരു രീതിയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിപക്ഷം പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് കാണുന്നത് ഇങ്ങനെയാണ്: എത്രത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് എത്രത്തോളം സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും തെളിവടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ പോരെ, കൃത്യതയോടുകൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്തിനാണ് ഇറാനോട് സാമ്പത്തിക നഷ്ടപരിഹാരം ചോദിച്ചത് എന്ന് വ്യക്തമാക്കണം. അമേരിക്ക ചെയ്തിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യുദ്ധത്തിന് അതിന് ഇരയായിരിക്കുന്ന രാജ്യം എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത്? അങ്ങനെ അവരെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ പണി എന്തിനാണ് എടുത്തത് എന്ന ചോദ്യം പ്രസക്തമായിട്ട് ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്ക് ട്രംപ് വല്ലാത്ത രീതിയിൽ വിയർത്തൊലിക്കുന്നൊരു സ്ഥിതി വരുന്നു. അടുത്തത് മറ്റൊന്നും കൂടി അതിൻ്റെ കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ തുർക്കിയിൽ നിന്ന് തിരിച്ചു പോയതുമായിട്ട് ബന്ധപ്പെട്ട തുർക്കിയുടെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒളിച്ച് കടത്തിയതാണ്, ആ കക്കൂസിൻ്റെ കോണിപ്പടി കയറിക്കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വഴിയിലൂടെയുമാണ് അയാൾ രക്ഷപ്പെട്ട് ഇവിടേക്ക് പോയത്, ലണ്ടനിലേക്ക് പോയത്. കാര്യം ഇറാൻ മിസൈൽ പായിച്ചുകൊണ്ട് ട്രംപിനെ വധിക്കും എന്നുള്ള രഹസ്യ റിപ്പോർട്ട് ഏതോ തരത്തിൽ ചോർന്നിരിക്കുന്നു. അത് തുർക്കിയിൽ നിന്നാണ് ചോർന്നതെന്ന് പറയുന്നു, ഇസ്രായേൽ ചോർത്തിയിട്ട് ട്രംപ് നൽകിയതാണ് എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് എവിടെയാണ് സുരക്ഷിതനായി നിൽക്കുക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതിനിടെ ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ വധിച്ചാൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ അകത്ത് നടത്താൻ വേണ്ടി സൈനികർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ട്രംപിനെ സംരക്ഷിക്കാൻ വേണ്ടി സൈനികർക്ക് സാധിക്കില്ലെന്ന് ട്രംപ് സമ്മതിക്കുകയാണ്. അപ്പോൾ ട്രംപിന് നിലനിൽക്കണമെങ്കിൽ, ട്രംപുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു സത്വരമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് സൈനികപരമായിരിക്കുന്ന ബലത്തിന് ശക്തി കുറയണം. അത് നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളടക്കം ഒരു രാജ്യത്തും ഇപ്പോൾ ട്രംപ് സുരക്ഷിതനല്ല. 18ഓളം ഇറാൻ വധിക്കേണ്ട രാഷ്ട്ര നേതാക്കന്മാരുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ട്രംപാണ്, 2ാം സ്ഥാനത്ത് നെതന്യാഹു. അങ്ങനെ ലിസ്റ്റ് പോകുന്നുണ്ട്. ലിസ്റ്റിൽപ്പെട്ട 6ാമത്തെ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂയോർക്കിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. മരിച്ചു എന്ന് പറയുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 2 അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും അത് വലിയൊരു ഷോക്കാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും എന്ന് അന്നത്തെ ദിവസം തന്നെ ട്രംപിന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളിലെ ഭരണാധികാരികളും സ്വതന്ത്രമായ രീതിയിൽ യാത്ര ചെയ്യുന്ന തരത്തിൽ നിലവിലിപ്പോൾ ട്രംപിന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ തന്നെ ഈ ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടി ട്രംപ് തീരുമാനിച്ചത് കഴിഞ്ഞ മാസത്തെ തീരുമാനമാണ്. അപ്പോൾ ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നെതന്യാഹുവുമായിട്ട് പല ഘട്ടത്തിൽ സംസാരിച്ചു എന്നും പറയുന്നു. അതെല്ലാം റദ്ദാക്കി. ഇതെല്ലാം പബ്ലിക്കായിട്ട് പറയപ്പെട്ടതല്ല, രഹസ്യമായിരിക്കുന്ന ഈ നിലപാടാണ്. റദ്ദാക്കലും രഹസ്യമായിട്ടാണ്. പിന്നീട് അതങ്ങനെ ചോർന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ സാഹചര്യങ്ങൾ ട്രംപിന് എതിരാണ്. പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. വലിയ ആത്മധൈര്യത്തോടു കൂടിയും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയുമാണ് ഇറാൻ പ്രവർത്തിക്കുന്നത്. അതിനു മുൻപിൽ പതറിപ്പോകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നതെന്ന് ചുരുക്കം. അപ്പോൾ ഇത് മുന്നേറുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നേറി ലക്ഷ്യത്തിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് അസാധ്യമാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.